പച്ചപ്പും ശാന്തതയും നിറഞ്ഞ വയനാട്ടിലെ കൊമ്മയാട്. ഈ മണ്ണ് പോലെ തന്നെ സൗമ്യതയും സ്നേഹവും ജീവിതമാക്കിയ ഒരധ്യാപകൻ്റെ കഥ. കാലം മാറി, ക്ലാസ് മുറികൾ മാറി, എന്നാൽ ഒരിക്കലും മാറാത്ത ഒന്നാണ് വിൽസൺ സാറിൻ്റെ സമർപ്പണം. തെങ്ങുംതോട്ടത്തിൽ മത്തായി റോസ ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമനായി 1970 മെയ് 30 കൊമ്മയാടിൻ്റെ മകനായി ജനനം. നിസ്വാർത്ഥ സേവനവും ശാന്തമായ പെരുമാറ്റവും അധ്യാപക ജീവിതത്തിൻ്റെ അടയാളമാക്കിയ ഈ ഗുരുജീവിതത്തിൻ്റെ തുടക്കം തന്നെ അറിവിൻ്റെ വെളിച്ചത്തോടെയായിരുന്നു. കൊമ്മയാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ദ്വാരക സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC പഠനം തുടർന്ന് ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും VHSC കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി. അധ്യാപക സ്വപ്നങ്ങൾക്ക് ഉറച്ച രൂപം നൽകാൻ മാനന്തവാടി സെൻറ്റ് ജോസഫ് TTIയിൽ നിന്നും അധ്യാപക പരിശീലനം നേടി. 1996 സെപ്റ്റംബർ 5 മാനന്തവാടി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ തൻ്റെ പ്രാഥമിക പഠന വിദ്യാലയമായ സെൻറ്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ അധ്യാപകനായി. ഒരു ചെറുപ്പക്കാരൻ സ്കൂളിൻ്റെ പടിവാതിൽ കയറിയത് ഒരു ജോലിക്കായി മാത്രമല്ല, ഒരു ദൗത്യത്തോടു കൂടിയായിരുന്നു. ആദ്യ ക്ലാസ്, ആദ്യ കുട്ടികൾ, കൈകൾ വിറയ്ക്കുന്ന ആദ്യ പിരീഡ്. പക്ഷേ അതിനൊപ്പം മനസ്സിൽ തെളിഞ്ഞ ആത്മവിശ്വാസം. തുടർന്ന് മണിമൂളി ഹൈസ്കൂൾ, ALPS കണിയാരം, SJTTI മാനന്തവാടി, സെൻറ്റ് തോമസ് LP നടവയൽ, സെൻറ്റ് സെബാസ്റ്റ്യൻ LPS വാഴവറ്റ എന്നിവിടങ്ങളിൽ താൽക്കാലിക നിയമനം. 1999 ജൂൺ 15 കല്ലോടി സെൻറ്റ് ജോസഫ് UP സ്കൂളിൽ അധ്യാപകനായി സ്ഥിര നിയമനം നേടി. 2005 ജനുവരി 29 PSC നിയമനത്തോടെ GLP ചേമ്പിലോടിൽ ഗവൺമെൻറ് സർവീസ് ആരംഭിച്ചു. അവിടെ 10 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. ശേഷം 4 വർഷം പീച്ചങ്കോട് GLPയിലും അവസാനമായി 7 വർഷക്കാലമായി GUPS നല്ലൂർ നാടിലും അധ്യാപകനായി സേവനം തുടരുന്നു. പഠിപ്പിക്കൽ ഒരു ജോലി മാത്രമല്ല, അത് കുട്ടികളുടെ മനസ്സിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ക്ലാസ് മുറിക്ക് പുറത്ത് കൃഷിയിടമാണ് വിൽസൺ സാറിൻ്റെ മറ്റൊരു പാഠശാല. വിത്തിടലിലും വിളവെടുപ്പിലും അധ്യാപകൻ്റെ കടമയും കർഷകൻ്റെ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. വിവിധതരം കലാമേളകളിലും കുട്ടികളെ തയ്യാറാക്കി പങ്കെടുപ്പിക്കുന്നതിൽ സാറിൻ്റെ കഴിവ് ഒട്ടും പിന്നിലല്ലായിരുന്നു. സ്കൂളിലെത്തിയാൽ കേവലം പാഠങ്ങൾ പഠിപ്പിക്കുക എന്നതു മാത്രമല്ല, സാറിൻ്റെ സേവനം സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ആരെയും കാത്തിരുന്നില്ല. സ്വയം മുന്നോട്ട് വന്ന് സ്കൂളിനെ സ്വന്തം വീട് പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന സ്നേഹസമ്പന്നനായ അധ്യാപകൻ. വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ പ്രദേശവാസികളുടെയും PTA അംഗങ്ങളുടെയും വിശ്വാസത്തിലും സ്കൂളിലെ പാചക തൊഴിലാളിയുടെ പോലും സ്നേഹവും ബഹുമാനവും ഒരുപോലെ നേടിയെടുത്ത ഒരു അപൂർവ അധ്യാപകൻ. പദവിയിലും സ്ഥാനത്തിലുമല്ല, മനുഷ്യത്വത്തിലും സൗഹൃദത്തിലും തന്നെ അദ്ദേഹം എല്ലാവർക്കും അടുത്ത ആളായി. ശക്തമായ ഒരു കുടുംബ പിന്തുണ ഈ യാത്രയിൽ സാറിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും നിഴലായി നിന്നത് ഭാര്യ ബിജി ടീച്ചർ. അധ്യാപക ജീവിതത്തിൻ്റെ ആനന്ദവും പ്രയാസവും ഒരുമിച്ച് പങ്കിട്ട ഒരു സഹയാത്രിക. മാതാപിതാക്കളിൽ നിന്നും സൗമ്യതയും പരിശ്രമവും പഠിച്ച 3 ആൺമക്കൾ: എഡ്വിൻ, ജോവിൻ, ബ്ലഡ്വിൻ. ചോക്ക് താഴെ വയ്ക്കുമ്പോഴും അധ്യാപകൻ്റെ കൈകൾ ഇനിയും അറിവ് വിതറുകയാണ്. അറിവിൻ്റെയും മൂല്യങ്ങളുടെയും വിത്തുകൾ പാകിയ ഈ അധ്യാപക ജീവിതം ഇന്ന് ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അനശ്വരമായി തുടരുന്നു. എന്നും ഓർക്കാം ഈ മാതൃക അധ്യാപകനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത്.